കാര്യങ്ങൾ പുറത്ത് വന്നപ്പോഴല്ലേ ഇവര് അതിന് പ്രതികരിക്കാൻ തുടങ്ങിയത്. അതിന് മുന്നേ ഇവര് എവിടെയായിരുന്നു? ഇപ്പൊ അടിക്കുമ്പോ എണ്ണയായിരുന്നവൻ, അടിക്കുമ്പോ എണ്ണയായിരുന്നു. ഈ അടിക്കുമ്പോ 45 അടി എന്ന് പറയണ്ടല്ലോ, 45 അടി അടിക്കുമ്പോൾ എണ്ണ ഉണ്ടായിരുന്ന കറക്റ്റായിട്ട് 45 അടി പറയാം. അവന് നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് MLA കൊടുക്കട്ടെ, ഇവിടെ നിന്ന് മത്സരിപ്പിക്കട്ടെ. അപ്പൊ ഈ ജനങ്ങളെന്ത് പറയാ? ഈ യൂത്ത് കോൺഗ്രസ് അവന് നിർത്തുമോ? തൻ്റെ ഉള്ള കോൺഗ്രസ്സുകാരൊക്കെ നേതാക്കൾ ഈ പറഞ്ഞ നേതാക്കന്മാരെ മക്കൾക്ക് അടി കിട്ടിയില്ല അല്ലേ? 20 ലക്ഷം കൊടുത്താല് ആ യൂത്ത് കോൺഗ്രസിന്റെ ആ പയ്യന്റെ ചെവി തിരിച്ചു കിട്ടുമോ? സഖാവിനെ നമ്മൾ കുറ്റം പറയില്ല. പസിയെ ഒന്ന് വിളിച്ചോണ്ട് പോയിട്ട് അതിന്റെ കാലൊക്കെ അടിച്ചു പൊളിച്ച് എല്ലാം അടിച്ചു പൊളിച്ചിട്ട് ഒരു ബ്രെഡ് പോലും ആ കുട്ടിക്ക് കഴിക്കാൻ കഴിയില്ല. എന്നുവെച്ചാല് അവന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നൊന്നും അറിയില്ല. 2 കൊല്ലം മുന്നേ നടന്നിട്ടുള്ള സംഗതികളല്ലേ. CCTVയിലെ അവിടുന്ന് കാര്യങ്ങൾ പുറത്ത് വന്നപ്പോഴല്ലേ ഇവര് അതിന് പ്രതികരിക്കാൻ തുടങ്ങിയത്. അതിന് മുന്നേ ഇവര് എവിടെയായിരുന്നു? അല്ല, അവര് നിയമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ശരിയാണ്, ഒരു നിയമത്തിന് മുന്നിൽ പോണതാണ്. അന്നെന്ന് വെച്ചാല് അന്ന് വലിയ ഇവിടെ ധർമ്മം നടത്തി എത്ര ജനങ്ങളിവിടെ ബുദ്ധിമുട്ടില്ല. മഴ, ഓണക്കാലം, അന്നൊരു പാർട്ടിക്കാരനല്ല, ഇത് പാർട്ടിക്കാരനല്ല. ചെയ്യുന്നതിന് ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ജനങ്ങളെ എതിർക്കും. അതിന് അടി കിട്ടി കാര്യങ്ങൾ ഓരോയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പം പോട്ടെ. പിന്നീട് ആൾക്കാരും വീണ്ടും തന്നെ ഇറങ്ങുന്നത്. അന്ന് അവർ ധർമ്മം നടത്തിയത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായി. എല്ലാ വഴിയും ബ്ലോക്ക് 3 ആംബുലൻസിനടക്കം പോകാൻ പറ്റുന്നില്ല. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം അടിക്കുമ്പോൾ എണ്ണയായിരുന്നവൻ, അടിക്കുമ്പോൾ എണ്ണയായിരുന്നു. ഈ അടിക്കുമ്പോൾ 45 അടി എന്ന് പറയണ്ടല്ലോ, 45 അടി അടിക്കുമ്പോൾ എണ്ണ ഉണ്ടായിരുന്ന കറക്റ്റായിട്ട് 45 അടി പറയാം. അങ്ങനെയൊന്നും നല്ല സാറേ. കുറേ കൂട്ടി പറയും, കുറേ 2 കൂട്ടരും തെറ്റുണ്ട്. ന്യായീകരിച്ചിട്ട് കാര്യം. അത് നേരത്തിന് ഒഴിക്കോട്ടെ, അത് സസ്പെൻഡ് ചെയ്തിട്ടില്ലോ. അല്ല, ഇപ്പോൾ ഈ ലോക്കപ്പുറത്തിന് ഭയങ്കരമല്ലേ ഈ തേഴ്സിലുള്ള മർദ്ദനങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഒരുപാട് കേസുകൾ ഇതുമായിട്ട് കർണാടക കാലത്ത് രാജ്യം കൊലക്കേസ് ഒത്തിക്കൊണ്ടു. ഇതുവരെ വല്ല രൂപം ഉണ്ടായത്? വല്ല രൂപം ഉണ്ടായി? ഇതൊക്കെ ഇങ്ങനെ നടക്കും സാധാരണ. ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പ്, ഇലക്ഷന് വരണം. അതിൻ്റെയൊക്കെ ഒരു മുതലെടുപ്പിൻ്റെ കഥ ആകാം. അവന് നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് MLA കൊടുക്കട്ടെ, ഇവിടെ നിന്ന് മത്സരിപ്പിക്കട്ടെ. അപ്പൊ ഈ ജനങ്ങളെന്ത് പറയാ? ഈ യൂത്ത് കോൺഗ്രസ് അവന് നിർത്തുമോ? ഇവിടെ MLA അവന് നിർത്തുമോ? തയ്യാറുണ്ടോ? ഇല്ല. ഒരാളെ കരിയാക്കുക. കുന്നോളം മണ്ഡലത്തിലെ അവനെ ഇപ്പോൾ ഇലക്ഷന് വന്നു ഇത്തരം പ്രശ്നം ഉണ്ടായി. ഒരു MLA അവനെ മത്സരിക്കാൻ നിർത്താൻ ചോദിച്ചോക്ക് നിർത്തും. ഇവര് അങ്ങനെ കരിയാക്കുക. ഇതെത്രയുള്ള കാര്യം. സീറ്റ് കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ പിന്നെ സീറ്റ് കൊടുക്കട്ടെ. അവര് ഉള്ളവരാണെങ്കിൽ ഈ പാർട്ടിനെ പറ്റിയിട്ട് പാർട്ടി ബന്ധപ്പെട്ടവരാണെങ്കിലും അവരെ കുന്നോളം മണ്ഡലത്തിൽ ഒരു സീറ്റ് കൊടുക്കട്ടെ. അടുത്ത ഇലക്ഷനിൽ 5 മാസം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഇലക്ഷനായി സീറ്റ് കൊടുക്കട്ടെ. അവര് കൊടുക്കുമോ? കൊടുക്കില്ല. കൊടുക്കണം. അവര് കൊടുക്കില്ല. ഒന്ന് അടി കിട്ടിയ പയ്യനെ സ്ഥാനാർത്ഥിയാക്കുകയാണ് വേണ്ടത്. അതിപ്പോൾ ചെയ്യില്ല. തൻ്റെ ഉള്ള കോൺഗ്രസ്സുകാരൊക്കെ നേതാക്കൾ ഇവനെ വെച്ചിട്ട് മുതലെടുക്കല്ല, ഇവനെ വെച്ചിട്ട് മത്സരിപ്പിക്കുകയുണ്ട്. അന്ന് ജനങ്ങൾ പിന്നെ ഇത്ര ലോക്കപ്പ് മർദ്ദനം കിട്ടിയല്ലേ ഇവനൊരു വോട്ട് കിടക്കട്ടെ എന്ന് ഞാൻ അപേക്ഷിച്ചു. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചോക്കുള്ള ചാനലോട്. അങ്ങനെ ചേട്ടൻ ചെയ്യുമോ? ഞാൻ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. അതാണ് ശരിക്കും പറഞ്ഞാൽ പാർട്ടി മാതൃക കാണിക്കുന്നത്. അല്ലാണ്ട് പാർട്ടി മറ്റുള്ളവരെ വെച്ച് മുതലെടുക്കല്ല. ഇനി കൂടുതൽ 4 മാസം 4.5 മാസം ഉണ്ട്. അപ്പൊ ഇതിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിക്കൂടെ? ഇത്രയും തല്ലും അടിയും വാങ്ങി ഇത്രയും സഹിച്ച് 2023 ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതിനൊരു MLA സ്ഥാനാർത്ഥി നിർത്തിക്കൂടെ? വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഇവിടെ മണലിയില നിർത്തിക്കൂടെ? ഇത്രയും അടികൊണ്ട് കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയില്ലേ അടികൊണ്ട്? അല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയല്ല. അപ്പൊ അതിനെ ഈ ഇപ്പൊ രമേശ് ചെന്നിത്തല വന്ന് എല്ലാ നേതാക്കന്മാരും വന്നു. അവരുടെ കാര്യലാഭത്തിന് വേണ്ടിയാണ്. അല്ല, മറ്റുള്ളവരെ നന്നാക്കല്ല, അവരുടെ കാര്യലാഭത്തിന് വേണ്ടിയാണ്. അപ്പൊ എന്താണ് ഇവര് ഈ പാവപ്പെട്ടതിന് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പൊ MLA സ്ഥാനം നിർത്തുക. അതാണ് എൻ്റെ മര്യാദ. UDF ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, നേരത്തെ ഉണ്ടായിരുന്നത്. 2 വർഷം മറ്റേ അടുത്ത വർഷം വന്നു. ആദ്യം മുഖ്യമന്ത്രിയായി, ഇപ്പൊ MLA ആണ്. അപ്പൊ ഒരു പണി
ഈ പ്രാവശ്യം ഈ പാവത്തിനകത്ത് എത്രയും തല്ലുകൊണ്ടില്ലേ? ഒരു ചെവിയും പോയി, കയ്യും പോയി, കാലും തല്ലുകൊണ്ടില്ലേ? അപ്പോൾ എല്ലാവരും അഭിപ്രായം കണക്കെടുത്തിട്ട് ഈ നേതാക്കന്മാർ കാറി വന്നിട്ട് 2 മിനിറ്റ് തട്ടിയിട്ടും കുറഞ്ഞിട്ടും ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ ചായയും കുടിച്ച് ചോറും തിന്നിട്ട് അടുത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ആ പാവത്തിന് കിട്ടിയ തല്ല് നേതാക്കന്മാർക്കും ഉണ്ടാ? നേതാക്കന്മാർക്ക് കൊണ്ടിട്ടില്ലല്ലോ. ഈ പറഞ്ഞ നേതാക്കന്മാരെ മക്കൾക്ക് അടി കിട്ടിയില്ല അല്ലേ? ഈ പാവപ്പെട്ട അണികൾക്കാണ് അടി കിട്ടുന്നത്. ഈ പറഞ്ഞ നേതാക്കന്മാരെ മക്കൾ ഏതെങ്കിലും ഒരു പിണറായി വിജയൻ്റെയോ അല്ലെങ്കിൽ സതീശൻ്റെയോ മറ്റുള്ള നേതാക്കന്മാരുടെ മക്കൾ ഈ പരിപാടിക്ക് പോവോ? ഈ പാവപ്പെട്ടവർക്ക് അടി കിട്ടുന്നത്. അപ്പം അത് കണക്കിലെടുക്കുക. അച്ഛനും അമ്മയും ഞാനും കഷ്ടപ്പെട്ട, ഞാൻ അന്നു കൂലിപ്പണിക്ക് പോകുന്നവനാ. ഞങ്ങളും കഷ്ടപ്പെട്ടിട്ടാണ് ഇവർക്ക് വോട്ട് ചെയ്യേണ്ടത്. ഇവർക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? ഇനിയിപ്പോൾ 3ാം സർക്കാർ വരുന്നുണ്ട്. 3 സർക്കാർ ഉണ്ടെങ്കിൽ അടുത്ത 3ാം മുറ വരാന് 3ാമത് വരുന്നതുണ്ട്. 3ാം മുറ വരാൻ പയ്യനെ സീറ്റ് കൊടുക്കേണ്ടത്. ഇത്രയും അടിയും തല്ലും കിട്ടിയിട്ട് ഈ പയ്യനാണ് കൊടുക്കേണ്ടത്. അല്ലാതെ നാട്ടിൽ കണ്ട് അവിടെ ഇവിടെ ഉള്ളവനെ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. കോൺഗ്രസിൻ്റെ കാര്യം പോക്കാവും. സാർ ആ ചെയ്തത് പരമാവധി തെറ്റാ. അധ്വാനിക്ക് അത് ചെവിട് പോയി. അത് ആ പോലീസുകാർ ഇനി ഡ്യൂട്ടി കാണാൻ പാടില്ല. അവരെ പുറത്തേക്ക് തള്ളിവിടുക. 2ാം സർക്കാർ നമ്മൾ വന്നേക്കുന്നത് സഖാവ്. അപ്പോൾ ഇനി അത് ഈ മറ്റുള്ള ഇപ്പോൾ 2 കോർപ്പറേഷൻ വേറെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് സാറ് പണി അവരിനി നിൽക്കേണ്ട. അവർ 5 പോയിക്കോട്ടെന്ന്. 20 ലക്ഷം ഉറുപ്പ്യ അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നും വേണ്ട. അവർ ഡ്യൂട്ടി കാണണ്ട, അത് പോയിക്കോട്ടെന്ന്. അവർക്കും കുട്ടിയും മക്കളൊക്കെ ഉള്ളല്ലേ. 27 വയസ്സുള്ള പയ്യനല്ലേ. അപ്പോൾ സാധാരണ കണക്കുടിക്കോ? കല്യാണം പോലും കഴിച്ചിട്ടില്ല. ആ 27 വയസ്സ് ചൊവ്വന്നൂരുള്ളത്. ആ ചൊവ്വന്നൂർ ജോർജായിട്ടാണ് അതിന് വർഗീസിയുടെ പിന്നെ നിന്നത്. അപ്പൊ സാറ് പണി ഇതിങ്ങനെ തന്നെയാണ്. അപ്പൊ സാറ് ഇവര് ഈ 4 ആളും വേണ്ട. ഒരു SI ഉണ്ട്, 3 പോലീസുകാരുണ്ട്, 5 ആള്. ഒരാൾ വിയൂര്. ഇപ്പൊ SI വിയൂരും ഉള്ളത്. ബാക്കി ഒരാളെ എവിടെ ഡ്യൂട്ടി നമുക്കും അറിയില്ല. സാറ് ധൈര്യമായിട്ട് പറഞ്ഞു, നമുക്ക് പേടിക്കാതെ മുഖം കാണിച്ചു തരാം. മതിയാ. അല്ലാത്ത പിണറായി സർക്കാർ 2ാം പ്രാവശ്യം വന്ന് 3ാമത് എങ്ങനെ വരും? ഇവരിപ്പോൾ ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ SI അടിച്ചിട്ട് അവിടെ പാടാനിപ്പോൾ എത്ര പേരാണ് അവിടെ എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് എറണാകുളത്ത് എന്തോ പയ്യനെ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് മാസം തികയുമ്പോൾ എണ്ണി വാങ്ങാലോ. നമ്മൾ അന്നു കൂലിപ്പണിക്കാരാ. നിങ്ങളെ വീട്ടിൽ വന്ന് പുല്ലി കത്തിയാലോ കപ്പൂസ് കോരിയാലോ നിങ്ങൾ കാശ് തരുള്ളൂ. ഇവർക്ക് ഇടിമുറ മേളെന്ന് പറഞ്ഞിട്ടുണ്ട്. 20 ലക്ഷം കൊടുക്കാമെന്ന് ടിവിയിലും വാട്സപ്പിലും എല്ലാം മാറുന്നുണ്ട്. 20 ലക്ഷം കൊടുക്കാമെന്ന്. ഈ 20 ലക്ഷം കൊടുത്താൽ ആ യൂത്ത് കോൺഗ്രസിൻ്റെ ആ പയ്യൻ്റെ ചെവി തിരിച്ചു കിട്ടുമോ? അത് മടക്കിയിട്ടിട്ട് കാലിൻ്റെ വെള്ളത്തിൽ അടിക്കുക, എന്നിട്ട് ചാടാൻ പറയുക. ഇതൊക്കെ ആകുമ്പോൾ ശരിയാവും സാറേ. ഈ 20 ലക്ഷം കൊടുത്താൽ ആ കുട്ടിയുടെ ചെവി തിരിച്ചു കിട്ടും നമുക്ക്. നമ്മൾ സഖാവിനെ നമ്മൾ കുറ്റം പറഞ്ഞില്ല. ഞാനും ഇടതുപക്ഷക്കാരനാണ്. സഖാവിനെ കുറ്റം പറയുന്നില്ല. ചെയ്ത പോലീസുകാർ തെറ്റാ. സഖാവിനെ നമ്മൾ കുറ്റം പറയില്ല. വെള്ളം കിടക്കുന്നത് മുമ്പുള്ള കേസുകളൊക്കെ വരണ്ടേ? അത് ആ പാവപ്പെട്ട മരിച്ചു അയ്യാണ്ട് നമ്മളെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അതിനെ ഇല്ല കള്ളക്കഥ ഉണ്ടാക്കി. ഇപ്പൊ നമ്മൾ ഉമ്മൻചാണ്ടി സാറിനാക്കി. ഇപ്പൊ നമ്മൾ ഇവനെ ആക്കി. നമ്മളെ പാലക്കാട് MLA ഉണ്ടല്ലോ, അതിന് ഇല്ലാത്ത കേസല്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവള് കേസ് കൊടുക്കണ്ടേ? അല്ലേ? പിന്നെ അവള് കേസ് കൊടുക്കാതിരുന്നിട്ട് പിന്നെ എന്ത് ചെയ്യേണ്ടത്? അപ്പൊ ഇതൊക്കെ തട്ടിപ്പാ സാറേ, ഇതൊക്കെ തട്ടിപ്പാ. ഇനിയിപ്പോൾ അടുത്ത വർഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരിക. എന്താവും കണ്ടു കാണാം. വലിയൊരു സംഭവമായി അത് മാറി. ചൊവ്വന്നൂര് നേട്ടാളുണ്ടായതുകൊണ്ട് ആ സംഗതി ശരിയായി. 2023 ഏപ്രിൽ 16 ഏപ്രിൽ 17 ആ അമ്പലത്തിലെ പരിപാടി പൂരം നടക്കുന്ന സമയത്താണ്. അതുമായിട്ട് ബന്ധപ്പെട്ട 2 പിള്ളേര് അവിടെ പിള്ളേർ അത് ക്ലബിന്റെ സെക്രട്ടറിയും മറ്റുള്ള കുട്ടികളായിരുന്നു. ഇതിനെ വിളിച്ചിട്ട് കയറ്റിക്കൊണ്ട് പോയി. ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ചെവി പോയില്ല, അതിന് ഭാവിയില്ലേ? അതിന് നാളെ ഒരു കല്യാണം കഴിക്കണ്ടേ? അവിടെ മെട്രോ ഉണ്ടല്ലോ, അവിടെ ഇരിക്കുമ്പോഴാണ് CA വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് അതിന്റെ കാലൊക്കെ അടിച്ചു പൊളിച്ച് എല്ലാം അടിച്ചു പൊളിച്ചിട്ട് ഒരു ബ്രെഡ് പോലും ആ കുട്ടിക്ക് കഴിക്കാൻ കഴിയില്ല. വാട്സപ്പ് സാറിന് നോക്കിയോ, ഒരു ബ്രെഡ് പോലും ഈ ഭാഗത്ത് കഴിക്കാൻ പറ്റൂലല്ലോ. ഇവിടെ അല്ലേ അടിക്കുന്നത്? 4 അടി കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ വീങ്ങില്ലേ? ആ ചെവി അടക്കം അടിക്കുമ്പോൾ അങ്ങനെ ഒരു നല്ല സുഖമുള്ള പരിപാടിയാണ്. തെളിഞ്ഞു വന്നല്ലോ, അവൻ അതിനുവേണ്ടി പോരാടിയല്ലോ.
അപ്പോൾ സത്യത്തിൽ തെളിഞ്ഞു വരും. അഴിമതി അവിടെ നിന്നില്ല, അത് കാലം തെളിയിച്ചു. അവൻ പോരാട്ടം നേടിയെടുത്തു എന്ന് തന്നെ പറയാം അതിനു വേണ്ടിയിട്ട്. കാരണം ആരും അവന് പിന്തുണയില്ലെങ്കിലും അവൻ ഒറ്റയ്ക്ക് അവൻ നിയമത്തിന് വേണ്ടി അവൻ പോരാടി, അവൻ വിജയിച്ചു. അത് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ, പോലീസുകാർക്കായാലും നിയമം നാട് ഭരിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃക. അല്ല, കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഭീകരത മനസ്സിലാവണേ. എന്ത് ക്രൂരമായിട്ട് അവർ പോലീസുകാർ നമ്മളെ സംരക്ഷിക്കേണ്ടവരാണ്. അവരാണ് ഈ ചെറുക്കൻ ഇങ്ങനെ ചെയ്തു വെച്ചത്. എനിക്ക് 2 ആൺമക്കളാണ്. അവരും ബൈ ചാൻസ് വലുതാവുമ്പോൾ ഇതേപോലെ ഓരോ ഘട്ടങ്ങളിൽ കടന്നു വന്നാൽ ആരും അവരെ സപ്പോർട്ട് ചെയ്യില്ല. ഒരുത്തൻ തന്നെ മാത്രം ആ വ്യക്തി മാത്രം അത് ചെയ്യേണ്ടി വരും. കാരണം അമ്മയായ ഞാൻ പോലും ചിലപ്പോൾ എന്നെ മറച്ചു വെച്ചായിരിക്കാം, അറിയാതിരിക്കാൻ വേണ്ടി. പക്ഷെ അവൻ്റെ അമ്മയും ഇത് അറിഞ്ഞിട്ടില്ല. പക്ഷെ അമ്മയായ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അവൻ നേടിയെടുത്തല്ലോ. സത്യം തെളിയുന്നത് വരെ പിന്നോട്ട് പോവാതെ മുന്നോട്ട് തന്നെ അത് തെളിയിക്കാൻ വേണ്ടി അവൻ പോരാടി മുന്നോട്ട് തന്നെ വന്നു. സത്യം തെളിഞ്ഞു. സത്യമായിട്ട് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം നല്ലൊരു മോൻ. അവന് എന്താണ് ഇതിൻ്റെ ഉള്ളിലുണ്ടായെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ചെയ്തത് എന്തായാലും തെറ്റാണ്. പോലീസുകാരുടെ ഭാഗത്ത് എന്തായാലും ചെയ്തത് എന്താ പറയുക, നീതി അർഹിക്കുന്നതല്ല. കാരണം ഒരു കുട്ടിയെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് എത്രയായാലും സത്യം അറിഞ്ഞിട്ടായിരിക്കണം. കാരണം മറച്ചു വെക്കാനായിട്ട് നമ്മൾ ആരും നീതി മറച്ചു വെക്കാനായിട്ട് ആരും മുതിരരുത്. കാരണം സത്യം എപ്പോഴും വെളിച്ചത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് കാലം തെളിയിക്കും. സുഹൃത്തിന്റെ കോൺഗ്രസിന്റെ ഒരു നല്ലൊരു നേതാവാണ്. പക്ഷെ ഇവരെ രീതിയിൽ ചെയ്തത് വളരെ മോശമെന്നല്ല, അങ്ങേറ്റം അഭിനയമാണ്. കാരണം വെച്ചാൽ സാധാരണ ഒരു അതിന്റെ ബാക്കിലേക്കുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊന്നും നമുക്കറിയില്ല. പക്ഷെ ആ CCTV ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ഇല്ലാത്ത സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ട് മേലെ ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് അവൻ എത്ര മർദ്ദിച്ചെന്ന് നോക്കുമ്പോൾ ഒന്നാമത് അങ്ങനെ ഒരു സംഭവം സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ജനമൈത്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജനമൈത്രി സ്റ്റേഷൻ എന്ന് പറയുന്നുണ്ട്, പിങ്ക് പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഹൈവേ പോലീസ് ഒക്കെ പറയുന്നുണ്ട്. ഇവരുടെ കൂട്ടി ഇവരെ അതുവെച്ചാൽ ഒരു സമൂഹത്തിൽ നമ്മളെന്താ വെച്ചാൽ വിദ്യാഭ്യാസം എല്ലാവർക്കും ചിലപ്പോൾ എല്ലാവരും നേടിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞാനും എന്താ പറയുക കുഴപ്പമില്ലാത്ത വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും ജോലി കിട്ടണമെന്നൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ജോലിക്ക് അടിസ്ഥാനം ചെയ്തിട്ട് അവരെ ഒരു ഇപ്പോൾ DSP SP ആണ് പറഞ്ഞത് 65,000 പോലീസാണ് നമ്മളെ ഡ്യൂട്ടിയിലുള്ളത്. 65,000 അല്ല, അതിൻ്റെ മേലേക്ക് എടുക്കാനുള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ അവരുടെ ഇതിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഡ്യൂട്ടിയാണല്ലോ ചെയ്യേണ്ടത്. ഒരാളെ മർദ്ദിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു നാളെ ഉദയകുമാർ ഒരു കുട്ടിക്കൊല ഉണ്ടാവും. അതിൻ്റെ ഒരു ഇത് വന്നത് അതിൻ്റെ കോടതിയും അതിനായിട്ട് അപ്പുറം. പിന്നെ അവർ പറഞ്ഞിട്ട് ചില നേരങ്ങളിൽ മാത്രമാണ് കോടതി എടുക്കേണ്ട തീരുമാനങ്ങൾ സഡനായിട്ട് വരുന്നില്ല. അപ്പോൾ അതിൽ ഉദയകുമാറിൻ്റെ അമ്മ പൊട്ടിക്കാറുണ്ട് പറഞ്ഞ ഇതിൽ വെറുതെ വിട്ടു. ഞാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ പറഞ്ഞതല്ല, നമുക്കാണെന്ന് വെച്ചെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളെ അങ്ങനത്തെ വൈകാരികമായിട്ടുള്ള ആൾക്കാരെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അവരെന്നെ ഇതാക്കണം. അവർ നമ്മളുടെ നാട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. നമ്മളൊരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റലായാലും നമ്മുടെ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൈക്കൂലി മേടിക്കലല്ലോ. അവർ നമ്മളൊരു പുസ്തകത്തിന് അങ്ങനെ വെച്ചിട്ടാണല്ലോ ഒരു പ്രതിഷ്ഠ ചെയ്യുന്നത്. ₹1 കോടി കൊടുത്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഡോക്ടറായിരിക്കാം. പക്ഷേ പൈസ പോലും ചെയ്യണം എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് നമ്മൾക്ക് മാതൃ സംരക്ഷിക്കുന്ന വ്യക്തികൾ ഈ നിലയ്ക്കാണ് വളരെ മോശം തന്നെയാണ്. രീതി എന്ന് പറഞ്ഞാൽ അത് പിന്നെ കയ്യിൽ ഒരാൾ എന്താ പറയുക എല്ലാവരും കൂടിയിട്ട് ഇടിക്കുന്നതും ഒറ്റയ്ക്ക് കിട്ടിയിട്ട് ഇടിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല. എല്ലാവരും കൂടി ഇടിക്കുമ്പോൾ കിട്ടിയത് മേടിച്ചു വയ്ക്കാനെങ്കിലും മാറും. അത് ഓൾറെഡി അങ്ങനെ തന്നെയാണല്ലോ ഇതിന്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങൾ. ഈ ഒരു വീഡിയോ വന്നുകൊണ്ടാണ് നമ്മളിത്ര അറിയുന്നത്. അതിലൊരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇവര് സഡൻലി ആക്ഷൻ എടുത്തു എന്ന് ഇവർ പറയുന്നുണ്ട്. ഈ സംഭവം നടന്നിട്ട് ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് ആക്ഷൻ എടുത്തു എന്ന് പറയുന്നത്. ഈ ആക്ഷൻ എടുക്കുമ്പോൾ ഈ CCTV അവിടെ ഉണ്ടായിരുന്നില്ലേ? ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ റിപ്പോർട്ടും ഈ CCTV അന്ന് CCTV ഇല്ലാത്ത CCTV റിപ്പോർട്ടല്ലല്ലോ ഇപ്പോൾ കിട്ടിയിരുന്നത്. അപ്പോൾ ഇത് എന്ത് കണ്ടിട്ടാണ് ഇപ്പോൾ ഒരു ആക്ഷൻ എടുത്തത്? ഇത്രയും ഇടിച്ച് ഇതാക്കിയിട്ട് ഇപ്പോഴാണ് ആക്ഷൻ എടുക്കുക. അന്ന് ആക്ഷൻ എടുത്തു, പക്ഷെ ഇത് കണ്ടിട്ട് ഇത്രയും ആക്ഷൻ എടുക്കണം. തീർച്ചയായും
CCTV അവിടെ ഇരിക്കുന്ന CCTV അപ്പോഴും അതുകൊണ്ട് അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് 2 വർഷം 2023 നമ്മൾ ഞാൻ തെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യില്ല, തെറ്റിനെ അംഗീകരിക്കുക. നമ്മൾ എന്താ പറയുക, അവര് ചെയ്തോട്ടെ. പക്ഷെ തെറ്റ് ചെയ്യാണ്ട് നമ്മൾ തെറ്റ് ചെയ്യും. അതിനിപ്പോ തെറ്റ് ചെയ്തു നോക്കിയ അത് തെറ്റിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരുപാട്. ഇപ്പോൾ നമ്മളെ മാർപ്പാപ്പ പോലുള്ള ആൾക്കാർ തെറ്റുകൾ ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക, ക്രിസ്മസിനൊക്കെ വന്നിട്ട് നമ്മളെ കാൽപാദം കഴുകിയിട്ടാണ് അവർ ഉമ്മ വയ്ക്കുന്നത്. ഏത് ഇത്രയും കഴിവുള്ള വ്യക്തികൾ തെറ്റ് ചെയ്തവൻ്റെ കാൽപാദം വന്ന് കഴുകിയിട്ട് ഉമ്മ വയ്ക്കുക. ഈശ്വരനെ അങ്ങനെ നമുക്ക് കണ്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു മഹത്വം. ആ മഹത്വങ്ങൾ കാണിക്കുന്ന ആൾക്കാർ ഇതെന്ത് ഇടിക്ക് എല്ലാവർക്കും അറിയാത്തതൊന്നല്ല. ഇടിക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇടി ഇങ്ങോട്ട് കിട്ടിയാൽ 4 ഇടി തിരിച്ചു കൊടുക്കാൻ എല്ലാവർക്കും അറിയാത്ത ആൾക്കാരൊന്നുമില്ല. പക്ഷെ ഒരു കൂട്ടായിട്ട് നിന്നിട്ട് ഇടിക്കുമ്പോൾ നമ്മൾ മേടിച്ചു വയ്ക്കാനില്ല എന്ന് വേറെ മാർഗമൊന്നുമില്ല. പക്ഷെ അതൊരു വളരെ ഇതാണ്. അതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മൾ ഒരു മദ്യം കഴിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ചിലർ കഴിക്കാത്തവരുണ്ടായിരിക്കുന്നേ, കഴിക്കും. ചിലർ കഴിച്ചതിന് പല കഴിക്കുക. അപ്പൊ നമ്മളെ കൂടെ ഉള്ള ഒരു വ്യക്തി കഴിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയാം, ചേട്ടാ നമ്മൾ ചേട്ടാ ക്ഷമിക്കുന്നവർക്ക് എന്ന് പറയാം. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും. നമ്മളെന്ന് വെച്ചാൽ വേറെ ഒരു ഇടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഇതായി. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നുള്ള ഒരു വ്യക്തിയാണ്. കുനിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക, എങ്ങനെ ഇതൊക്കെ നമുക്ക് അറിയണ കേസ്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഗംഭീര സംഭവം. കാരണം വെച്ചാൽ ഊരി മാറ്റുന്നു. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഒരു പൊതുപ്രവർത്തകന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അളന്നൊരു അനുഭവം ഉണ്ടായാൽ സാധാരണക്കാരുടെ അവസ്ഥ മാത്രമേ ആവശ്യമൊന്നുമില്ല. രാഷ്ട്രീയമായിട്ട് നമുക്ക് യോജിപ്പിടാനുണ്ട്. എൻ്റെ അയൽവാസിയാണ്, എൻ്റെ നാട്ടുകാരനാണ്. അതല്ല പക്ഷേ ഈ കേസിൽ ഞാൻ അവൻ്റെ ഒപ്പം. കാരണം നിങ്ങൾക്ക് അറിയായിരുന്നു അവനെ മറിച്ചു എന്ന് വരാം. പക്ഷേ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് പോലീസ് ചെയ്തിട്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.